നമസ്കാരം. അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ സുഖസുന്ദരമായ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോൺഗ്രസിന്റെ സ്വന്തം യുവരാജാവ് ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എവിടെയായിരുന്നു, എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിച്ച് പുള്ളിയെ വെറുതെ വിഷമിപ്പിക്കരുത്. നമ്മൾ പണ്ടേ മനസ്സിലാക്കേണ്ട ഒരു പരമ സത്യമുണ്ട്. രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ജോലിയൊന്നുമല്ല. അതൊരു വെറും സീസണൽ പാർട്ട് ടൈം ജോബ് മാത്രമാണ്. സീസണൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നത് പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ടർമാരുടെ മുന്നിൽ വന്നുവിടുന്ന ഈ സ്പെഷ്യൽ അതിഥികളെ നമ്മൾ കണ്ടാൽ മതി. ഒന്നിനും കിട്ടാനില്ലെങ്കിലും തിരിച്ച് ചോദ്യം ചെയ്യരുത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവരെ കേൾക്കാനും ജനപ്രതിനിധികൾ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതൊക്കെ വലിയൊരു തിരിച്ചടിയും വഞ്ചനയുമാണ്. ജനക്ഷേമത്തേക്കാൾ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇത്തരം സമീപനങ്ങൾ ജനാധിപത്യപരമായ മൂല്യങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കുന്നതാണ്. ഇങ്ങനെയുള്ള പാർട്ട് ടൈം തൊഴിലാളികൾ നാട് കത്തിക്കരിഞ്ഞാലും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായാലും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കില്ല. വിദേശങ്ങളിൽ ചെന്ന് ചില്ലുകൂട്ടിലിരുന്ന് ആനന്ദം കണ്ടെത്തുന്ന ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ജനങ്ങളും പ്രതിപക്ഷവുമെല്ലാം ചേർന്ന് കൊട്ടിഘോഷിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സംഭവം അത്ര ചെറിയ കാര്യമായി കാണേണ്ട ഒന്നല്ല. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ഭീകരമായ മണ്ണിടിച്ചിൽ ദുരന്തഭൂമി സന്ദർശിക്കാൻ ഒടുവിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി MP മണ്ഡലത്തിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ്. അപകടം നടന്ന് ആഴ്ചകൾ പലത് കഴിഞ്ഞു. പാവപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ ജീവന് വേണ്ടി ആശുപത്രി കിടക്കകളിൽ പിടഞ്ഞു തീർന്നു. അപ്പോഴൊക്കെ നമ്മുടെ മഹാമാന്യന്മാരായ ഈ ജനപ്രതിനിധികൾ ഏത് ലോകത്തായിരുന്നു എന്ന ചോദ്യമാണ് കേരളക്കര ഒന്നടങ്കം ഒരുപോലെ ചോദിക്കുന്നത്. ഈ ചേട്ടനെയും അനിയത്തിയെയും കാരണം ജനങ്ങൾ പൊറുതിമുട്ടി. തിരഞ്ഞെടുപ്പ് ജയിച്ച് ദില്ലിയിലേക്ക് വണ്ടി കയറിയാൽ പിന്നെ ഇവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടില്ല. സ്വന്തം വോട്ടർമാരെ പോലും മറന്നുപോകുന്ന ഇത്തരം ജനപ്രതിനിധികളെ കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന ചോദ്യം ഈ നാട് നീളെ ഉയരുകയാണ്. കഴിഞ്ഞ ജൂലൈ 8-ന് മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ വലിയ മണ്ണിടിച്ചിലിൽ 7 പേരുടെ വിലപ്പെട്ട ജീവനാണ് ദാരുണമായി പൊലിഞ്ഞുപോയത്. മേപ്പാടി ചൂരൽമല പാതയിലെ തുരങ്ക നിർമ്മാണ സ്ഥലത്തുണ്ടായ ഈ അപകടത്തിൽ ഇരയായത് മുഴുവൻ പാവപ്പെട്ട സാധാരണക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. തങ്ങളുടെ വോട്ടർമാരായ ആ മനുഷ്യർ ജീവന് വേണ്ടി പിടയുമ്പോൾ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയെങ്കിലും ആ മഹാത്മാക്കൾക്ക് അവിടെ ഒന്ന് കാലുകുത്താൻ പോലും സമയം കിട്ടിയില്ല എന്നത് എന്തൊരു കഷ്ടമാണ്. അപകടം നടന്ന് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞ് കടുത്ത വിമർശനം അഴിച്ചുവിട്ടപ്പോഴാണ് നാണക്കേട് കൊണ്ടെങ്കിലും ഈ ഒരു സന്ദർശനം നടത്താൻ അവർക്ക് തോന്നിയത്. വെറുമൊരു ഫോട്ടോഷൂട്ടിനും കണ്ണിൽ പൊടിയിടാനും മാത്രമുള്ള ഇത്തരം സന്ദർശനങ്ങൾ കണ്ട് ആരും കൈയടിച്ച് പാടി നടക്കേണ്ടതില്ല. ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസമാകാനും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും തയ്യാറാകാത്തവർ ഒടുവിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം ഓടിയെത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ലാതെ മറ്റെന്തിനാണ്? തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ട് കൂടാൻ വേണ്ടി മണ്ഡലത്തിലേക്ക് വണ്ടി കയറുന്നവരാണ് ഈ കൂട്ടരെന്ന് പ്രതിപക്ഷം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ജനങ്ങൾ ദുരിതത്തിൽ വീണ് കരയുമ്പോൾ മാസങ്ങളോളം കാണാമറയത്ത് മുങ്ങി നടക്കുന്ന ഇവർക്ക് എപ്പോഴെങ്കിലും സാധാരണക്കാരോട് ആത്മാർത്ഥമായ സ്നേഹം തോന്നിയിട്ടുണ്ടോ? എന്തായാലും ദുരന്തത്തെക്കുറിച്ചുള്ള 2 തലങ്ങളിലുള്ള അന്വേഷണങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്കുള്ള ആശ്വാസ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിർമ്മാണ കമ്പനി ഇരകൾക്ക് ധനസഹായം നൽകുമെന്നും മന്ത്രി ടി സിദ്ദീഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയായിരുന്ന അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും കമ്പനി നൽകുമെന്നാണ് പ്രഖ്യാപനം. കൂടാതെ പരിക്കേറ്റ 9 തൊഴിലാളികളിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതം പ്രാഥമിക സഹായവും ഉടൻ കൈമാറും. ഭരണ സംവിധാനങ്ങളും കമ്പനിയും പണം പ്രഖ്യാപിച്ചെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ച നിസ്സംഗതയും കടുത്ത അവഗണനയും ജനമനസാക്ഷിയെ വലിയ തോതിൽ വേട്ടയാടുന്നുണ്ട്. പണവും നഷ്ടപരിഹാരവും കൊടുത്തത് കൊണ്ട് മാത്രം പൊലിഞ്ഞുപോയ മനുഷ്യരുടെ ജീവൻ തിരികെ നൽകാൻ സാധിക്കില്ല. അവിടെയാണ് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ നേരിട്ടെത്തി സാന്ത്വനമേകേണ്ടിയിരുന്നത്. എന്നാൽ ദുരന്തമുഖത്ത് നിന്ന് മൈലുകളോളം അകലെ മാറി നിന്ന് വിദേശ രാജ്യങ്ങളിൽ ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ച് നടക്കുന്ന ഇത്തരം ലീഡർമാരെയാണല്ലോ വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയത്. പാർട്ട് ടൈം രാഷ്ട്രീയം കളിച്ച് നാടകം കളിക്കുന്ന ഇവർക്ക് വരും കാലങ്ങളിൽ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തന്നെ കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് ഉറപ്പാണ്. ഫോട്ടോ എടുക്കാനും വിദേശയാത്രകൾക്കിടയിൽ ഒന്ന് വന്നു പോകാനും മാത്രമുള്ള ഇത്തരം കോപ്രായങ്ങൾ കണ്ട് മടുത്ത കേരള ജനത ഇനിയും ഇവരുടെ ഈ പൊള്ളയായ നാടകങ്ങൾക്ക് ഇരയാകില്ലെന്ന് ഉറപ്പാണ്.
ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൂടെയില്ലാതെ വിദേശയാത്രകളിൽ മുഴുകുന്ന ഇത്തരം നേതാക്കൾ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയൊരു അപമാനമാണ് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ നേതാക്കൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു എന്ന് നോക്കൂ. നാട്ടിൽ എന്ത് കൊള്ളിവെപ്പ് നടന്നാലും എന്ത് വലിയ ദുരന്തങ്ങൾ തലയ്ക്കുമീതെ വന്നാലും നമ്മുടെ യുവരാജാക്കന്മാർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവധിക്കാലം ആഘോഷിക്കാനും വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കാനുമാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. വോട്ട് ചോദിക്കുമ്പോൾ മാത്രം പാവങ്ങളുടെ തോഴരായി വന്ന് വേഷം കെട്ടി ഈ അഭിനയ പ്രതിഭകളെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ വോട്ടർമാർ തയ്യാറാകണം. വയനാട്ടിലെ ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി മാത്രം കാണുന്ന ഈ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെയാണ് ജനങ്ങൾ ഇന്ന് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. കള്ളാടിയിലെ ആ പാവം തൊഴിലാളികളുടെ കണ്ണീരിന് ഇവർ എന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത്? വെറും ഒരു ദിവസത്തെ സന്ദർശനം കൊണ്ട് ഇവർ ചെയ്തു കൂട്ടിയ ആഴ്ചകളുടെ അശ്രദ്ധയും നിസ്സംഗതയും ഒരിക്കലും മായ്ച്ചു കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സീസണൽ നേതാക്കളുടെ കാബഡ്യം നിറഞ്ഞ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും മികച്ച രീതിയിൽ ജനങ്ങളെ പറ്റിക്കാൻ ഇവർ ഇനി എന്ത് നാടകമാണ് കളിച്ചിറക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തെയും അവരുടെ കണ്ണീരിനെയും കണ്ടില്ലെന്ന് നടിക്കുന്ന ഇത്തരക്കാരെ നമ്മൾ ഇനിയും വിശ്വസിക്കണോ എന്ന് മലയാളികൾ ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണിത്. തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം ജനസ്നേഹം അഭിനയിച്ചു കാണിച്ചെത്തുന്ന ഇത്തരം VVIP നേതാക്കൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഒരു വശത്ത് പാവപ്പെട്ട തൊഴിലാളികൾ ജോലിക്കിടെ ജീവൻ പൊലിയുമ്പോൾ മറുവശത്ത് വിദേശങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കുന്ന നേതാക്കളെ കൊണ്ട് നാടിന് യാതൊരു പ്രയോജനവുമില്ല. തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാക്കൾ ദുരന്ത സമയത്ത് തങ്ങളുടെ കൂടെയില്ലെന്ന വലിയ സത്യം വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇത്തരം വ്യാജ ജനസേവകരെ തിരിച്ചറിഞ്ഞ് അർഹിച്ച മറുപടി നൽകാൻ കേരള സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരണം. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പാവപ്പെട്ട ജനങ്ങളെ ഉപയോഗിക്കുകയും അപകടങ്ങൾ നടക്കുമ്പോൾ വിദേശങ്ങളിലേക്ക് കടന്നുകളയുകയും ചെയ്യുന്ന ഈ മോശം ശീലം ഇനിയെങ്കിലും മാറ്റിയെടുക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും കടുത്ത പ്രതിഷേധവും പരിഹാസവും ഭയന്ന് മാത്രം ഒടുവിൽ ഓടിയെത്തുന്ന ഈ ജനപ്രതിനിധികൾ കാണിക്കുന്നത് പച്ചയായ കാപട്യമാണ്. ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കളെന്ന് ഇക്കൂട്ടർ എന്ന് തിരിച്ചറിയാനാണ്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പാവപ്പെട്ട മനുഷ്യർ കണ്ണീരൊഴുക്കുമ്പോൾ അതിന്മേൽ രാഷ്ട്രീയം കളിക്കാനും ഫോട്ടോ എടുക്കാനും എത്തുന്ന ഇവരുടെ യഥാർത്ഥ മുഖം പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ മാതൃകയാകേണ്ടവർ തന്നെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശക്തമായ തിരിച്ചടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രബുദ്ധരായ ജനങ്ങൾ നൽകുക തന്നെ ചെയ്യും. നാടിന്റെ വികസനത്തിനായോ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാനോ സമയമില്ലാത്ത ഇവർ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരക്കാരുടെ സ്വാർത്ഥ രാഷ്ട്രീയം നാടിന് വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഓടിയെത്താത്ത നേതാക്കളെ കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യാജ വാഗ്ദാനങ്ങളും വഞ്ചനാപരമായ നിലപാടുകളും കൈമുതലാക്കിയ ഇത്തരം നേതാക്കളെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആ ദിവസം ഇനി എന്നാണ്? അപ്പോൾ പപ്പുവിന്റെയും അനിയത്തിയുടെയും കള്ളക്കരച്ചിലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.